ഹരിച്ചേട്ടാ, നമ്മുടെ ഇന്ത്യയിലെ കച്ചവടക്കാർ ബംഗ്ലാദേശിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നത് നമ്മുടെ വ്യാപാരികൾ നിർത്തിവെക്കുകയാണ്. വലിയ തോതിൽ അവരതിൽ നിന്ന് പിന്മാറുകയാണ്. എന്താണ് ഇതിന് കാരണം? ശരിയാണ്. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് മധ്യപ്രദേശിലെ മണ്ഡി ദ്വീപ് എന്ന് പറയുന്ന വ്യവസായ മേഖല, അതായത് ഈ മണ്ഡി ദ്വീപില് ഒരു വർഷം 70,000-80,000 കോടി രൂപയുടെ ഉൽപാദനം നടത്തുന്ന ഒരു വ്യവസായ മേഖലയാണ് ഈ മണ്ഡി ദ്വീപ്. ആ, അവിടെ നിന്നും 700 കോടിയിലധികം രൂപയുടെ സാധനങ്ങൾ ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അവിടുത്തെ കയറ്റുമതിക്കാർ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി അവർ ബംഗ്ലാദേശിലോട്ടുള്ള കയറ്റുമതി തുടരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ കാരണം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രൂരമായ ആക്രമണങ്ങൾ, അതിനോട് അവിടുത്തെ ഫാഷിസ്റ്റ് സർക്കാരിന്റെ നിസ്സംഗത, അവിടുത്തെ ഭീകര സർക്കാരിന്റെ നിസ്സംഗത. അത് മാത്രവുമല്ല, അവര് കഴിയുന്നത്ര ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് പുതിയ കയറ്റുമതി, അവിടേക്കുള്ള കയറ്റുമതി നഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും പുതിയ സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി നടത്തേണ്ടി വരും. അത്തരം പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കേണ്ടി വരും. അതെ. അപ്പോ അവരങ്ങനെ നമ്മളെ അവര് വേണ്ടെന്ന് വെക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ അവരെ വേണ്ടെന്ന് വെക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. നമ്മളെ ആവശ്യമില്ലാത്ത ഒരാളെ പുറകെ എന്തിനാ നമ്മൾ പോകുന്നത്? മാത്രമല്ല, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് ഇല്ലാതൊന്നുമില്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. റഷ്യയില് പിന്നെ ധാരാളം അവസരങ്ങൾ മറ്റു രാജ്യങ്ങൾക്കുണ്ട്. ചൈന ഇപ്പോൾ തന്നെ അത് പ്രയോജനപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ ഒരു തീരുമാനം മധ്യപ്രദേശിലെ മണ്ഡി ദ്വീപിലെ എക്സ്പോർട്ടേഴ്സ് മാത്രമല്ല, ഛത്തീസ്ഗഡിലെ കയറ്റുമതിക്കാർ എടുത്തിരിക്കുന്നു. തമിഴ്നാട്ടിലെ കയറ്റുമതിക്കാരും മണ്ഡി ദ്വീപിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുമായിട്ട് അവരും സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിലെ കയറ്റുമതിക്കാരും ഇതേ തീരുമാനം എടുക്കുമെന്നാണ് അവരും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ഒട്ടാകെയുള്ള എക്സ്പോർട്ടേഴ്സ് ബംഗ്ലാദേശിലോട്ടുള്ള എക്സ്പോർട്ടിംഗ് അവര് വളരെ കുറയ്ക്കാനാണ് സാധ്യത. അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. ബംഗ്ലാദേശിൽ ഈ അവിടുത്തെ രാഷ്ട്രീയ കുഴപ്പങ്ങൾ തുടങ്ങിയതിനു ശേഷം അവിടെ വലിയ സാമ്പത്തിക തകർച്ചയും തുടങ്ങിയിരിക്കുകയാണ്. എക്സ്പോർട്ടേഴ്സ് കാരണം ക്രെഡിറ്റ് ഇല്ല. ചോദിച്ചോളൂ. ഞാൻ അതേക്കുറിച്ചാണ് ചോദിച്ചോളൂ. ഇത്തരത്തിൽ നമ്മൾ കയറ്റുമതി ചോദിച്ചോളൂ. ബംഗ്ലാദേശിൽ വലിയ തോതിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. അത് ശരിയാണ്? ഇത് ഭക്ഷ്യക്ഷാമം മാത്രമല്ല, സർവ്വ കാര്യങ്ങൾക്കും ക്ഷാമം ഉണ്ടാകും. അതായത് ഇപ്പൊ മണ്ഡി ദ്വീപിൽ നിന്നും പിന്നെ എക്സ്പോർട്ടേഴ്സ് പറയുന്നത് അവിടുന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഭക്ഷ്യസാധനങ്ങളല്ല, ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്നുകള്, അതുപോലെ യന്ത്ര ഉപകരണങ്ങൾ, ട്രാക്ടർ, അതുപോലെ തന്നെ പിന്നെ നിത്യോപയോഗത്തിനുള്ള ചില സ്റ്റീൽ ഉപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് പിന്നെ ജീവിതത്തിനും കൃഷിക്കും കച്ചവടത്തിനും ഒക്കെ ആവശ്യമായ ഒരുപാട് സാധനങ്ങളാണ് അവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത്. ഈ കയറ്റുമതി ഒന്ന് തടസ്സപ്പെട്ടാൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ബംഗ്ലാദേശിൽ അതിന്റെ കുറവെന്നാണ്. വെറും 2 ആഴ്ചക്കുള്ളിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് വലിയ ചലനങ്ങൾ, വലിയ തിരിച്ചടി ഉണ്ടാക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, അവര് ഇതൊന്നും തിരിച്ചറിയുന്നില്ല. അവർക്ക് മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന മതം പിടിച്ചിരിക്കുന്ന, മതം പൊട്ടി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത്, അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അവരങ്ങനെ അത് പിന്നെ മതത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവർ നിൽക്കട്ടെ. അവര് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്ത്യയിൽ നിന്നല്ല, പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം, അവർക്ക് തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. ഈ ടർക്കിയും ഇപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്ന വിഭാഗം മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യമായ അമേരിക്കയിൽ വിൽക്കുന്ന ജനറിക് മെഡിസിൻസ് ബഹുഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ മരുന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അപ്പൊ പിന്നെ ബംഗ്ലാദേശ് എന്ത് ചെയ്യാനാണ്? ഈ അണ്ണാൻ ആനയെ പോലെ വാവളക്കാൻ തുടങ്ങിയാല് എന്ത് സംഭവിക്കും? അതിന്റെ വയറ് കീറിപ്പോകുന്നതാണ് പഴയൊരു ചൊല്ല് പറയുന്നത്. ഇവിടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു അണ്ണാന് ഈ ആനയെ സ്വയം ഒരു ആനയാണെന്ന് തെറ്റിദ്ധരിച്ച്
അത് ആനയെ പോലെ അലറാനും വാ പിളർക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. അത് ബംഗ്ലാദേശിലെ സാധാരണ ജനങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഇത് ഒന്നുമില്ല, ഇന്ത്യയുടെ കയറ്റുമതിയിൽ വളരെ ഒരു ചെറിയ ശതമാനമേ ബംഗ്ലാദേശിലേക്കുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റഷ്യ എന്ന വലിയൊരു മാർക്കറ്റ് ഇന്ത്യക്കായി തുറന്നു കിടക്കുകയാണ്. ഈ മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റഷ്യയിലേക്ക് കയറ്റുമതി നടത്തുന്നത് ചൈനയാണ്. ഇന്ത്യ അത് വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ആദ്യമായിട്ട് ഇപ്പോൾ ഈ മധ്യപ്രദേശിലെ മണ്ഡിദ്വീപിൽ നിന്നുള്ള ഒരു സംഘം വ്യവസായികൾ റഷ്യയിലേക്ക് പോയി അവിടുത്തെ അധികൃതരുമായി ചർച്ച നടത്തുകയും മണ്ഡിദ്വീപിലെ വ്യവസായികൾ പറയുന്ന അനുസരിച്ചിട്ട് അവിടുന്ന് വലിയ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത്. കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങളെക്കാൾ ക്വാളിറ്റിയും വിലക്കുറവുമുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ ഇന്ത്യക്ക് സാധ്യമാണ്. മാത്രമല്ല ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള പരമ്പരാഗത ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇന്ത്യയുമായി ബിസിനസ് നടത്താനും താല്പര്യമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യവസായികളും ഈ ഒരു നിലപാടും ഈ ഒരു തന്ത്രവും ആയി മുന്നോട്ട് പോകുന്ന തന്നെ നമുക്ക്, കാരണം ഇതൊരു വലിയ മാർക്കറ്റാണ്. ബംഗ്ലാദേശിനേക്കാൾ എത്രയോ വലിയ മാർക്കറ്റാണ് റഷ്യ. കാരണം അവർക്ക് വലിയ ധനശേഷിയുള്ള ഒരു മാർക്കറ്റാണ്. അത് മാത്രമല്ല മറ്റ് കിഴക്കൻ യൂറോപ്യൻ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ, ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടേക്കൊക്കെയുള്ള ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യൻ കയറ്റുമതിക്കാർ നടത്തുന്നത്. വ്യാപാരികൾ അതിനിടയിൽ ബംഗ്ലാദേശിന്റെ വഴിക്ക് പോട്ടെ. അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കിട്ടുമെങ്കിൽ അവരത് വാങ്ങിക്കട്ടെ. നമ്മള് അത് തടയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും. അവരുടെ വഴിക്ക് പോട്ടെ. അവിടെ ചോദിച്ചോളൂ. വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ്. ആപത്ത് കാലത്ത് ബുദ്ധി തിരിയും. പാകിസ്ഥാൻ തന്നെ അല്ല, നെട്ടോട്ടം ഓടുകയാണ്, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ. അപ്പോഴാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ ആശ്രയിക്കുന്നത്. ഞാൻ ചോദിക്കാൻ വന്നത് ആ റഷ്യയുമായിട്ടുള്ള വ്യാപാരം നമുക്ക് ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ട് ഏതാണ്ട് 700 കോടി ഇന്ത്യൻ രൂപയുടെ വ്യാപാരമാണ് നടന്നു വന്നിരുന്നത്. അല്ല, അത് 700 കോടി എന്ന് റഷ്യയിലേക്ക് പറയുന്നത് മണ്ഡിദ്വീപിൽ നിന്ന് മാത്രമാണ്. അതെ, അതിലും കൂടുതലുണ്ട്. മണ്ഡിദ്വീപിൽ നിന്ന് മാത്രം. തീർച്ചയായിട്ടും അത് റഷ്യയിലേക്ക് വരുമ്പോൾ അത് എത്ര കണ്ട് വർദ്ധിക്കാനാണ് സാധ്യത? അങ്ങ് റഷ്യയുടെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു. ചൈന ആൾറെഡി അവിടെ ഉണ്ട്, ചൈന ആ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ നമുക്കതിനകത്ത് അങ്ങ് പറഞ്ഞതുപോലെ ഗുണനിലവാരമുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. എത്ര കോടി രൂപയുടെയെങ്കിലും ഒരു കച്ചവടം നടക്കാനാണ് മണ്ഡിദ്വീപും റഷ്യയും തമ്മിൽ നടക്കാനാണ് സാധ്യത? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? മണ്ഡിദ്വീപും റഷ്യയിൽ നിന്നല്ല, ഭാരതവും മൊത്തത്തിൽ ഭാരതത്തിന്റെ കയറ്റുമതി ഇപ്പോൾ റഷ്യയിലേക്ക് ഭാരതം അത്ര വലിയ ഫോക്കസ് ചെയ്യുന്നില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ കച്ചവട പാർട്ണർ എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക. ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന അമേരിക്കയിലേക്കാണ്, റഷ്യയിലേക്കല്ല. കാരണം ഈ കഴിഞ്ഞ കുറച്ച് 2-3-4 വർഷങ്ങൾക്കിടയിലാണ് റഷ്യയിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങിക്കാനും. പണ്ട് നമ്മൾ ആയുധങ്ങൾ മാത്രമായിരുന്നു റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ക്രൂഡ് ഓയിലിലേക്ക് അത് എത്തി. പിന്നെ അതുപോലെ തന്നെ റഷ്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഇന്ത്യ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ തന്നെ കയറ്റുമതി. ഇത് വലിയ മാർക്കറ്റാണ് റഷ്യ. എനിക്ക് തോന്നുന്നു ഈ റഷ്യയിലേക്കുള്ള കയറ്റുമതി ഒരുപക്ഷെ ഒരു $10 ബില്യൺ എങ്കിലും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കിടക്കാണ്. അതായത് ഒരു 1 ലക്ഷം കോടിയോ 2 ലക്ഷം കോടിയോ ഒക്കെ ലെവലിലേക്ക് കൂട്ടാൻ ഇന്ത്യക്ക് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ബംഗ്ലാദേശുമായിട്ട് അങ്ങനെ നമുക്കിനി മുന്നോട്ട് പോകാം. ബംഗ്ലാദേശിന് ഒരു പരിമിതിയുണ്ട്. ബംഗ്ലാദേശിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ഇന്ത്യക്ക് അവർക്ക് വാങ്ങിക്കുന്നതിനും പരിമിതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മാർക്കറ്റ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത്ര വലിയൊരു നഷ്ടമൊന്നും അല്ല. അത് അവർക്കാണ് നഷ്ടം. ഇന്ത്യക്ക് വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് ഇപ്പം ബംഗ്ലാദേശിലെ ഒരു പ്രത്യേക സ്ഥിതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപരമായിട്ടുള്ള ഈ മതത്തിന്റെ ഒരു പിന്നെ കടന്നുകയറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടിണി കിടന്നാലും മതം മതി, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിലും മതം മതി, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇപ്പം ഒരാൾ സ്വയം തീവ്രവാദി ആകണമെന്നും ഭീകരവാദി ആകണമെന്നും വയറ്റത്ത് ബോംബ് വെച്ച് കെട്ടി പൊട്ടിത്തെറിക്കണമെന്നും ഒരാൾ ആഗ്രഹിച്ചാൽ അയാൾ നടക്കട്ടെ, അതിന് അയാളെ അനുവദിക്കുക. പക്ഷെ നമ്മുടെ അടുത്ത് വരണ്ട, വേറെ എവിടെയെങ്കിലും പോയി അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലട്ടെ. ഇപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പിന്നെ ആഭ്യന്തര കലഹത്തിന്റെ ലക്ഷണങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും അവിടുത്തെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനവും തമ്മിൽ വലിയ സംഘർഷത്തിലേക്കാണ് ഇപ്പൊ നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ വലിയ ആഭ്യന്തര കലഹം അവിടെ പൊട്ടിപ്പുറപ്പെടും. അത് ഒരു സംശയവുമില്ല. ആ ആഭ്യന്തര കലഹത്തിന് മുമ്പ് അണയാൻ പോകുന്ന ഒരു മെഴുകുതിരിയുടെ ആളിക്കത്തൽ ഉണ്ടാകും.
പലരും കിടന്നുകൊണ്ട് ബഹളം വെക്കും. പല ആൾക്കാരും പല വീരവാദങ്ങളും വാഗാ വിളികളും ഗീർവാണം മുഴക്കലുകളും ഒക്കെ നടക്കട്ടെ. അതെ, അതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ഈ കൊഞ്ച് ചാടിയാൽ എത്രത്തോളം എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ടല്ലോ. അത് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടം ഓർക്കുന്നതാണ് നല്ലത്. അവർ വളരെ സൗമ്യമായി സ്നേഹപൂർവ്വം അയൽവക്കത്തെ ഒരു സുഹൃത്ത് ബന്ധു എന്ന നിലയിൽ ഇന്ത്യയോട് സഹകരിച്ചാൽ അവർക്ക് നല്ലത്. ബംഗ്ലാദേശിൻ്റെ സഹകരണം തീർച്ചയായിട്ടും ലഭിച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് തീർ- ലോകം മുഴുവനും ബന്ധുക്കളുണ്ട്. നമ്മളത് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും കാത്തിരുന്ന് കാണാം ബംഗ്ലാദേശിൻ്റെ തീർച്ചയായിട്ടും അവസ്ഥ എന്താകും. ചൊല്ലെന്ന് പറയുന്നത് ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെ ചാടിയ ചട്ടിയോളം എന്നാണ്. അതെ, അപ്പം ഇപ്പം മുട്ടോളം ചാടാൻ ശ്രമിക്കുകയാണ്. മുട്ടോളം ഒന്നും എത്തുന്നില്ല. ഉവ്വ്. കൂടുതൽ ചാടിയാൽ അത് ചട്ടിക്കകത്തിൽ പോവും. അത്രയേ ഉള്ളൂ. ശരി, തീർച്ചയായിട്ടും നമുക്ക് നന്ദി. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത്. നന്ദി.